18 വർഷം മുൻപ് മൂവാറ്റുപുഴയിൽ നിന്ന് സ്വർണവുമായി മുങ്ങിയ സ്വർണ്ണപ്പണിക്കാരനെ അന്വേഷിച്ച് കേരള പോലീസ് മുംബൈയിലെത്തിയപ്പോൾ കണ്ടെത്തിയത് 4 ജ്വല്ലറികളുടെ ഉടമയായ ഒരു കോടീശ്വരനെ. 2006-ലാണ് സംഭവം. മൂവാറ്റുപുഴ കല്ലറയ്ക്കൽ ജ്വല്ലറിയിൽ നിന്ന് 30 പവൻ സ്വർണവുമായാണ് സ്വർണ്ണപ്പണിക്കാരനായ മഹീന്ദ്ര ഹഷ്ബ യാദവ് എന്നയാൾ മുങ്ങിയത്. കടയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു മഹീന്ദ്ര ഹഷ്ബ. 15 വർഷത്തോളം ഇയാൾ കുടുംബസമേതം മൂവാറ്റുപുഴയിൽ താമസിച്ചിരുന്നു. ഉടമയ്ക്ക് ഒട്ടും സംശയം തോന്നാത്ത വിധത്തിലായിരുന്നു ഇയാളുടെ മോഷണം. 8 വർഷത്തോളം ജോലി ചെയ്ത ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് മുങ്ങുകയായിരുന്നു. ഒരു സുഹൃത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപ വായ്പയും വാങ്ങി. പിന്നീട് നടന്ന അന്വേഷണങ്ങളിലൊന്നും പ്രതിയെ കണ്ടെത്താനായതുമില്ല. 18 വർഷങ്ങൾക്ക് ശേഷം ജ്വല്ലറി ഉടമയായ വേണുഗോപാലിന് പ്രതിയെക്കുറിച്ച് കിട്ടിയ വിവരം പുനരന്വേഷണത്തിലേക്ക് വഴിയൊരുക്കി. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലാണ് പുനരന്വേഷണം നടന്നത്. പ്രതിയുടെയും മക്കളുടെയും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിനെ മുംബൈയിലെത്തിച്ചു. ആഡംബര സൗധവും കൂട്ടിന് ഗുണ്ടാ സംഘങ്ങളുമായിരിക്കുന്ന മഹീന്ദ്ര ഹഷ്ബ യാദവിനെയാണ് മുംബൈയിലെത്തിയപ്പോൾ പോലീസിന് കാണാനായത്. പിടികൂടിയപ്പോൾ മോഷ്ടിച്ചതിന്റെ ഇരട്ടി സ്വർണം തരാമെന്നും വിട്ടയക്കണമെന്നുമായിരുന്നു പ്രതിയുടെ അപേക്ഷ. നവകേരള സദസ്സിൽ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ തേടി പ്രത്യേക സംഘം അന്വേഷണത്തിനിറങ്ങിയത്. മൂവാറ്റുപുഴ DYSP PM ബൈജു, ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, സബ് ഇൻസ്പെക്ടർമാരായ മാഹിൻ സലീം, വിഷ്ണുരാജ് എന്നിവരടങ്ങുന്ന ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, വെബ് ഡെസ്ക്.